നമുക്കിനി നമ്മുടെ ചക്ഡേഡ റെസ്റ്റോറൻറ്റിനെ പറ്റി തുടങ്ങാം. എത്ര മണിക്കാണത് കാലത്തെ ഫംഗ്ഷൻ ചെയ്തു തുടങ്ങുന്നത്? ഈ റെസ്റ്റോറൻറ്റ് 3 ഷിഫ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് അതൊരു കണ്ടിന്യൂസ് ഷിഫ്റ്റാണ്. പക്ഷേ എങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ 12 മണി തൊട്ട് ലഞ്ച് തുടങ്ങും. അപ്പോൾ ലഞ്ചിനാണെങ്കിൽ താലി മീൽസ് ഉണ്ടാവും. താലി മീൽസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്. ഇനി ഇത് രണ്ടിനും പോകണ്ടാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നോർമൽ അലക്കാട്ട് മെനു ഉണ്ട്, അതായത് റോട്ടി, നാൻ, അതൊക്കെ. ലഞ്ച് ഒരു 3-3:30 ആകുമ്പോഴത്തേക്ക് കൺക്ലൂഡ് ചെയ്യും. വീക്കെൻഡ്സ് ഒക്കെ എല്ലാവരും ലേറ്റായിട്ട് ലഞ്ച് കഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു 3:30-4 വരെ പോവാം. അത് കഴിഞ്ഞുള്ള നമ്മുടെ ചാട്ട്സ് ആൻഡ് സ്നാക്സ് ടൈമാണ്. ആ ടൈമിൽ കൂടുതലും കോളേജ് സ്റ്റുഡൻസും ഈ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നവരും വന്ന് നമ്മൾ ഈ പുറത്ത് നമ്മുടെ യാദവ് ബേൽപുരിയിലൊക്കെ ഈ ചാട്ട് കഴിക്കുന്നത് കുറച്ചുകൂടെ ഹൈജീനിക് എൻവയറമെൻറ്റിൽ ഇവിടുന്ന് കഴിക്കാറുണ്ട്. കോൾഡ് കോഫി, ക്യാപ്ചിനോ, അതൊക്കെ കോഫിയും കുടിക്കാറുണ്ട്. സ്നാക്സ്, ഫ്രൈസ് അതൊക്കെ കഴിച്ച് പോകുന്ന ഒരു ടൈമാണ് ഒരു 7 വരെ. പിന്നെ നമ്മുടെ ഡിന്നർ സെഗ്മെൻറ്റ് തുടങ്ങിയാണ്. അത് 7 till ഇറ്റ് ഗോസ് അപ്പ് ടു ലേറ്റ് മിഡ് നൈറ്റ് 12 വരെ പോകും. ഇപ്പോൾ ലാസ്റ്റ് ഓർഡർ 12 മണിക്കാണ്. അപ്പോൾ അതിൽ വരുന്ന ക്വിസീൻ എന്ന് പറയുന്നത് ടോട്ടലി ഒത്തൻറ്റിക് നോർത്ത് ഇന്ത്യൻ ക്വിസീനാണ്. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സൂപ്സ്. നമ്മുടെ ഇന്ത്യൻ സൂപ്സ്, മുറുക് ഷോർബ, പായറസ്, സബ്ജി കരസ് എന്ന് പറയുന്ന ഇന്ത്യൻ സൂപ്സാണ്. അപ്പോൾ പേരിൽ വിചിത്രം തോന്നിയാലും നമ്മളെല്ലാം കുടിച്ച് ശീലമുള്ള സാധനമാണത്. അത് നോർത്ത് ഇന്ത്യൻ സ്പൈസ് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ടിക്കാസ് ആൻഡ് കബാബ്സ് ഒരുപാട് സെലക്ഷൻ ഉണ്ട്. ആൻഡ് ഇപ്പോൾ ഈ തുടങ്ങിയ 2 മാസത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ, നമ്മുടെ ആൾക്കാർ വളരെ ഓപ്പൺ ടു ട്രൈയിങ് ന്യൂ തിങ്സ് ആണ്. അവർ പുതിയ പുതിയ ഡിഷസ് കഴിച്ചു നോക്കാനും അത് വേറെയുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെയും ട്രൈ ചെയ്യാനും ഒക്കെ അങ്ങനത്തെ തുറന്ന മനസ്സുള്ളവരാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ ന്യൂ ഡിഷസ് വെച്ചിട്ടുണ്ട്. ഗലൗട്ടി കബാബ്സ് എന്നൊക്കെ പറഞ്ഞ്, പല്ലില്ലാത്ത രാജാവിന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സോഫ്റ്റ് കബാബാണ് ഗലൗട്ടി കബാബ്. അപ്പോൾ അത്ര സോഫ്റ്റായിട്ട് ഞങ്ങൾ പപ്പായ കൊണ്ട് മാറിനേറ്റ് ചെയ്ത് അങ്ങനത്തെ കുറേ കബാബ്സ് ആൻഡ് ടിക്കാസ് ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ കോഴ്സ് ഉണ്ട്, റോട്ടി, നാൻ, പറാഠാസ്, റൈസ്, അതിൻ്റെ കൂടെ ചിക്കൻ ആൻഡ് വെജ് ഗ്രേവീസ്. ഇപ്പോൾ ഇത്ര നാളുമായി ഇപ്പോൾ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കുറേയധികം മലയാളികൾസ് ഇവിടെ ഒന്ന് കയറി പോയിട്ടുണ്ട്. അവരുടെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏത് വിഭവമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്? അതെ, ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാവരും വന്നിട്ട് യൂഷ്വലി കഴിക്കുന്ന പോലെ ബട്ടർ ചിക്കനും നാനും മതി എന്ന് പറയുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ വളരെ തുറന്ന മനസ്സുള്ള കസ്റ്റമേഴ്സാണ് നമ്മുടെ മലയാളീസ് ഒരുപാട് പേര് വന്നിട്ടുള്ളത്. അവരെല്ലാവരും എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി, ഈ പുതിയതായിട്ടൊരു ഐറ്റം കണ്ടാൽ ഇത് എന്താണ് എന്ന് ചോദിച്ച് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 മാസത്തിൽ മുർഗ് കാലിമിർച്ച് ടിക്ക എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് പെപ്പർ കൊണ്ട് മാറിനേറ്റ് ചെയ്ത ടിക്കയുണ്ട്. അതിപ്പോൾ ഇവിടെ അധികം സ്ഥലത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അത് ഒരിക്കൽ കഴിച്ചവരെല്ലാം മലയാളീസിന് തന്നെ അവരുടെ ഫ്രണ്ട്സിനും ഒക്കെ റെഫർ ചെയ്ത് വളരെ പോപ്പുലറായി വരുന്നുണ്ട് ആ ഡിഷ്. ടിക്കാസിലാണെങ്കിൽ, ഇപ്പോൾ കറീസിലാണെങ്കിൽ ദഹി മുർഗ് എന്നൊക്കെ പറഞ്ഞ് തൈര് കൊണ്ടുണ്ടാക്കിയ ഇച്ചിരി പുളിയുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ മലായ് കോഫ്ത എന്ന് നമ്മൾ സ്ഥിരം കഴിക്കുന്നതിൻ്റെ ഒരു ചിക്കൻ വേർഷൻ ഉണ്ട്, ചിക്കൻ കാന്തഹരി കോഫ്ത. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയാതെ തന്നെ അവർ മെനുവിൽ നോക്കി ഇതെന്താണ് പുതിയത്, എന്താ ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ തന്നെ പോപ്പുലറാക്കിയതാണ്. ഞങ്ങൾക്ക് അധികം പുഷ് ചെയ്യേണ്ടി വരാതെ തന്നെ അവരായിട്ട് ഏറ്റെടുത്തത് പോപ്പുലറാക്കിയ ഡിഷസാണ് ഇതൊക്കെ. ഇത് വരുന്ന ആൾക്കാർ ഇങ്ങനെ ഒരേ പേര് വയ്ക്കുമ്പോൾ ഇത് എവിടെ നിന്ന്, എന്താണ് ഒറിജിനൽ, അല്ലെങ്കിൽ എന്താണ് ഭക്ഷണം, ആരൊക്കെയാണ് അങ്ങനെ ചോദിക്കാറുണ്ട്? ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിഷ് ഉള്ളത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് എന്ന് സ്പെസിഫിക്കലി ചോദിക്കുന്ന ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ലിമിറ്റഡ് അറിവ് വെച്ച് പറഞ്ഞു കൊടുക്കാനും ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേട്ട് അവരത് അവരുടെ ഫ്രണ്ട്സിനടുത്തും പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കണ്ടിരിക്കുന്നത്. പൊതുവെ ഇവിടെ ലേഡീസാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേഡീസിൻ്റെ ഒരു മൈൻഡ് എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഇത് എന്താക്കുന്ന താല്പര്യം പറയാറുണ്ടോ, അതല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇതിനെ കാണുന്നത്? ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പിയും ചോദിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ നേരത്തെ ഒരു റേഡിയോ പ്രോഗ്രാം ചെയ്തതിൽ ഇതിലൊരു ഡിഷിൻ്റെ റെസിപ്പി പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ, ഇതിൽ സ്പെഷ്യലായിട്ട് കിട്ടുന്ന പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വല്ല സ്പൈസസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലർ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് പോകാറുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് വീട്ടമ്മമാർ. എത്ര ഷെഫ്മാരുണ്ട് ഇവിടെ ഇത് ചെയ്യുന്നതിനോട്? ഇത്രയും ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ സ്വാഭാവികം എല്ലാ വ്യൂവേഴ്സിൻ്റെ മനസ്സിലുണ്ടാവും ഇത്രയും ഇത് ചെയ്യുന്നുണ്ട്, വെറൈറ്റീസ് ഫുഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഒരു 6-7 ഷെഫ്സ് ഉണ്ട് ഇവിടെ. അതായത് അതിൽ എക്സാക്ട് നമ്പർ പറയുകയാണെങ്കിൽ 7 ഷെഫ്സും പിന്നെ കുറച്ച് ഹെൽപ്പേഴ്സും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ കറീസ്, നോർത്ത് ഇന്ത്യൻ സ്പൈസി കറീസൊക്കെ ചെയ്യാൻ ഒരാൾ, കുറച്ച് മൈൽഡായിട്ടുള്ള കറീസ് ചെയ്യാൻ വേറൊരാൾ, ചാട്ട്സും സ്വീറ്റ്സും ഒക്കെ ചെയ്യാൻ വേറൊരാൾ. ആൻഡ് നമ്മുടെ തന്തൂറിലാണെങ്കിൽ 2 തന്തൂറും 2 തന്തൂർ ഷെഫ്സും ഉണ്ട്. ഒരാൾ ഈ
ചിക്കൻ മട്ടൺ അങ്ങനത്തെ കബാബ്സ് ഒക്കെ ഉണ്ടാക്കാനും ഒരാൾ റോട്ടീസ് ഒക്കെ ഉണ്ടാക്കാനും. അപ്പോൾ നമ്മുടെ റോട്ടീസും ഒക്കെ വളരെ ക്രിസ്പാണെന്നും നാൻസ് വളരെ സോഫ്റ്റ് ആണെന്നും അഭിപ്രായം വരാറുണ്ട്. കാരണം അതും ചിക്കനും ഞങ്ങൾ 2 തന്തൂറിൽ വെച്ച് 2 ഷെഫ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു മിക്സിങ് ഒന്നും വരുന്നില്ല, ഒരു കൊളാബറേഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വച്ചിട്ടുണ്ട്, സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടിയിട്ട്. ഇതിൻ്റെ കൂടെ കേരള വിഭവങ്ങൾ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ, അതായത് ചക്തയുടെ റെസ്റ്റോറൻറ്റിലെ വിഭവങ്ങൾ ഏതാണ് കേരള വിഭവം? ഇപ്പോൾ ബിരിയാണി ഇല്ലാത്തൊരു റെസ്റ്റോറൻറ്റ് കേരളത്തിൽ പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി എന്തായാലും ഒരു ഐറ്റമായിട്ട് ലഞ്ചിനുണ്ട്. ഇപ്പം ഡിന്നറിനും വേറെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് വേറെ ഒന്നും കഴിക്കാൻ മൂഡില്ല എന്നുണ്ടെങ്കിൽ ബിരിയാണി എന്തായാലും ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ലാച്ച പൊറോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പൊറോട്ട ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ കേരള പൊറോട്ട പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ബിരിയാണി പോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ പൊറോട്ട. അപ്പോൾ അതിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പൊറോട്ട ചോദിച്ച് വന്നിട്ടുള്ളവർക്കൊക്കെ അത് കഴിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് ഹാപ്പിയായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മുടെ മലയാളി ടേസ്റ്റിനെ മാറ്റാൻ പറ്റില്ലല്ലോ, അല്ല കുറച്ച് നമുക്ക് പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ ചേർത്തിരിക്കുകയാണ്. താങ്കൾ ഇത്രയും ഈ സമയം കൊണ്ട് പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, അവിടുത്തെ ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ടുണ്ട്. ശരിക്കും സീസൺ ഫുഡ് എന്നൊരു സംഭവം ഉണ്ടോ? ശരിക്കും ഒരേ ഇപ്പോൾ സമ്മർ സീസൺ, ഹോട്ട് സീസൺ, അങ്ങനെ സീസണിൽ പ്രത്യേകം ഫുഡുകൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനത്തെ വിഭവങ്ങളിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇവിടെ ഇപ്പം നമുക്ക് അങ്ങനെ വലിയ സീസണൽ വേരിയേഷൻ വരുന്നില്ല. ഈ മഴക്കാലവും ഇപ്പോൾ ഇത്തവണത്തെ ചൂട് പിന്നെ പതിവിലും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ തേഴ്സ്റ്റ് ക്വഞ്ചേഴ്സ്, കുറേ ഈ ആംക പന്ന എന്നൊക്കെ പറഞ്ഞ് ഈ ചൂടത്ത് കുടിക്കാൻ വേണ്ടി ഉള്ള കുറച്ച് ഇതുണ്ട്. കൂടുതൽ നമ്മൾ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ റീഹൈഡ്രേഷൻ വരാൻ വേണ്ടി ഉപ്പ് കൊണ്ടുള്ള കുറച്ച് സോൾട്ട്ലെസ് അതൊക്കെ കൊണ്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ ഇപ്പോൾ അധികം വേരിയേഷൻ വരുന്നില്ല. പുറത്ത് ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ സ്നോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാകുമ്പോഴത്തേക്ക് ആ സമയത്ത് കുറച്ച് ചൂട് പകരുന്ന ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ ആൾക്കാർ. പുറത്തായിരുന്ന സമയത്ത് മനസ്സിലാ ചെറുപ്പം പോലെ ഉണ്ടല്ലോ ഒരു റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഫീൽഡിലേക്ക് പോകണമെന്ന്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ നേരത്ത് അവിടെ എങ്ങനെയായിരുന്നു അത് തരണം വെച്ചാൽ ഇപ്പം നല്ല കൊള്ളാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവിടുത്തെ മാനേജറുടെ എൻക്വയറി നടത്താറുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ആ സമയങ്ങൾ? ഇല്ല, കഴിയാവുന്ന നല്ല റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോഴൊക്കെ അതിനെ ഒബ്സർവ് ചെയ്യാൻ നോക്കാറുണ്ടായിരുന്നു. അവരുടെ ആംബിയൻസ് ആയാലും അവരുടെ ഒരു പെരുമാറ്റ രീതിയായാലും. അപ്പോൾ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഓണേഴ്സ് തന്നെ എല്ലായിടത്തും സംസാരിക്കുകയും ഇത് ചെയ്യണേലും ഒരു വലിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തുടങ്ങുമ്പോൾ തൊട്ട് നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ട് ഞാനോ വൈഫോ ഈവൻ വീക്കെൻഡ്സിലാണെങ്കിൽ ഞങ്ങൾ 2 പേരും ഫുൾ ടൈം ഉണ്ട്. ആൻഡ് വി സീ ടു ഇറ്റ് ദാറ്റ് എല്ലാവരെയും ഞങ്ങൾ ഗ്രീറ്റ് ചെയ്യുന്നു ആൻഡ് എല്ലായിടത്തും ഒരിക്കലെങ്കിലും സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് ആകുമ്പോഴത്തേക്ക് നമുക്കും ആ ഒരു പാഷൻ വരും വർക്ക് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ അത് റിഫ്ലെക്ട്സ് ഇൻ ദ വേ വി ബിഹേവ് ടു ദം. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്യുന്നത് ഒരുപാടത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് പുറത്ത്. ആൻഡ് അങ്ങനെ വേണമെന്ന് എനിക്കും നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉള്ള ഒരു അടുത്ത ദിവസത്തേക്ക് ഉള്ളൊരു ഇൻസ്പിറേഷൻ തന്നെ അതാണ്. ഇപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ നെക്സ്റ്റ് ഇന്ന് വരുന്ന ഗസ്റ്റിനോട് സംസാരിക്കാം. അങ്ങനെയാണ് സമയം വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത്. അവരുടെ ഫീഡ്ബാക്സ് ആർ വെരി യൂസ്ഫുൾ. ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്ന അനുസരിച്ച് നമുക്ക് മാറ്റാം. ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നതെന്ന് അറിയുന്നവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ വേറെ ഇപ്പോൾ എന്ത് മാർക്കറ്റിങ്ങിനെക്കാളും ഏറ്റവും നല്ല മാർക്കറ്റിംഗ് വേർഡ് ഓഫ് മൗത്താണ്. അപ്പോൾ നമുക്ക് കൂടുതലും റിപ്പീറ്റ് ഗസ്റ്റും പുതിയ ഗസ്റ്റും വന്നിട്ടുള്ള തന്നെ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് തന്നെയാണ്. അപ്പം നമ്മളെ പെരുമാറ്റവും ഭക്ഷണവും ഇഷ്ടപ്പെട്ട ഗസ്റ്റ് തന്നെ അവരെ കൂട്ടുകാരടുത്തും ബന്ധുക്കളും പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം അറിയാൻ പറ്റുന്ന ഈ ഓരോ ഗസ്റ്റിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊതുവെ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വേറെ ഫുഡ് വരാൻ കുറച്ച് താമസം എടുക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കത് ഇവിടെ ഫീൽ ചെയ്യാതിരിക്കാം ചിലപ്പോൾ, നമുക്കറിയില്ല കറക്റ്റായിട്ട്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക? അതിന് ആ ഒരു ടൈം ഡിലേ എങ്ങനെയാണ്? ഇല്ല, അതിപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടറൈസ് സിസ്റ്റമാണ്. അപ്പോൾ ഓർഡർ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു കോപ്പി കിച്ചണിൽ കുക്ക് ചെയ്യുന്നവർക്ക് പ്രിൻ്റ് ആവും, ഒരു കോപ്പി കിച്ചണിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നവരടുത്തും, ഒരു കോപ്പി ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ്റെ അടുത്തും പോകും. അപ്പോൾ അതിലെല്ലാം ടൈം പ്രിൻ്റഡ് ആണ്. അപ്പോൾ ആദ്യം ഓർഡർ പ്ലേസ് ചെയ്ത ആൾക്ക് തന്നെ ആദ്യം ഫുഡ് പോകും. പിന്നെ നമ്മൾ അതിനെ കോർഡിനേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ടേബിൾസിൽ സൂപ്സും സ്റ്റാർട്ടേഴ്സും ഒക്കെ ഓർഡർ ചെയ്തിട്ട് മെയിൻ കോഴ്സ് പിന്നെ മതി എന്നുണ്ടാവും. അപ്പോൾ ആ ടേബിൾസിൽ അത് മാത്രം വിട്ടിട്ട് ബാക്കി മെയിൻ കോഴ്സ് മാത്രം ഓർഡർ ചെയ്ത ടേബിൾസിൽ നേരത്തെ വിടും. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു 4 കോഴ്സ് ഓർ 5 കോഴ്സ് ഫുഡ് രീതി എല്ലാവർക്കും ശീലമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഗസ്റ്റിൻ്റെ അടുത്ത് പറയും ആപ്പറ്റൈസറായിട്ട് ആദ്യം സൂപ്പ് കുടിക്കാം, അല്ലെങ്കിൽ ഒരു മസാല പാപ്പടം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടേഴ്സ് കഴിക്കാം, എന്നിട്ട് മെയിൻ കോഴ്സ് ഓർഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഫൈൻ ഡൈനിങ് ആയിട്ടാണ് ഞാൻ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദോ നമുക്ക് ഇവിടെ കൂടുതലും ഉള്ളത് ഒരു ഫാസ്റ്റ് ഫുഡ് സ്ഥലങ്ങളാണ്, എത്രയും പെട്ടെന്ന് പാർസൽ വാങ്ങിച്ച് പോകാമെന്നുള്ളൊരിത്. പക്ഷെ അത് കണ്ടിരിക്കുന്നത് അത് വളരെ കൂടുതൽ മാറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഒരുപാട് പ്രായവർക്കും ആ ഒരു കൺസെപ്റ്റിലേക്ക് മാറി വരുന്നുണ്ട്. ഒരുപാട് പുറത്ത് പോയിട്ടും ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലേക്ക് കിട്ടിയ നല്ല ഫീഡ്ബാക്ക് വെച്ച് ആയിരിക്കാം
അവരും പതുക്കെ ഫുഡ് എൻജോയ് ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അവരും ആദ്യം സൂപ്പൊക്കെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മെയിൻ കോഴ്സ് പ്ലേസ് ചെയ്യുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് കോർഡിനേഷൻ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.